ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ സെൻസർ ഇൻ്റർഫേസിംഗ് ആണ്. അതിൻ്റെ ഡയഗ്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി നമ്മൾ ഓർഡിനോ യുനോ ബോർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ട പ്രധാനപ്പെട്ട കമ്പോണൻസുകൾ നമ്മളിവിടെ കാണുന്ന LM35 എന്ന ടെമ്പറേച്ചർ സെൻസറാണ്. രണ്ടാമത് വളരെ ഫെമിലിയറായ ഓർഡിനോ യുനോ ബോർഡ്. ഇതിൽ അറ്റ്മഗ 328P എന്ന മൈക്രോ കൺട്രോളറാണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് 16:2 LCD ആണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് നമ്മൾ ഈ ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത് ഇതൊരു പൊട്ടൻഷ്യോമീറ്ററാണ്, പോർട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി വേണ്ടത്. ഇനി നമ്മളതിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കാം. ഇതാണ് നമ്മളെ ഓർഡിനോ യുനോ ബോർഡിൻ്റെ റിയൽ പിക്ചർ. ഇതിൽ നിങ്ങൾ കാണുന്നുണ്ട് ഒരു 28 പിൻസ് മൈക്രോ കൺട്രോളർ ഉണ്ട്. അറ്റ്മഗ 328P ആണ് അതിൻ്റെ നമ്പർ. ആ മൈക്രോ കൺട്രോളറാണ് ഈ കാണുന്നത്. ഇതിൽ പ്രധാനമായും ഇതൊരു ഡെവലപ്മെൻറ്റ് ബോർഡ് പോലെ നമുക്ക് വളരെ സൗകര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ അഡീഷണൽ ക്രിസ്റ്റലോ അല്ലെങ്കിൽ റീസെറ്റ് സ്വിച്ചോ കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യേണ്ടതില്ല. ഫുൾ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളും സപ്ലൈ വോൾട്ടേജുകളെല്ലാം ഇവിടെ സോക്കറ്റ് രൂപത്തിൽ തന്നെ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ ഒരു 5 വോൾട്ട് ബിൽറ്റ് ഇൻ റെഗുലേറ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 5 വോൾട്ടിൻ്റെ മുകളിലുള്ള 9 or 12 വോൾട്ട് വരെ നമുക്ക് ഇവിടെ DC സോക്കറ്റിലൂടെ നമുക്ക് കൊടുക്കാം. അതല്ലാതെ നമുക്ക് VIN എന്ന് കാണിച്ച ഈ പോയിന്റിൽ നമുക്ക് അൺറെഗുലേറ്റഡ് വോൾട്ടേജ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ല നമ്മളൊരു 5 വോൾട്ടിനാണ് നമ്മൾ ഇത് എക്സ്റ്റേണൽ 5 വോൾട്ട് തന്നെ കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഇവിടെ 5 വോൾട്ടിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്. നമ്മൾ ഇവിടെ VIN കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് 5 വോൾട്ട് ഉപയോഗിക്കാൻ കിട്ടും. അതല്ല ഇവിടെ നമ്മളൊരു 5 വോൾട്ട് കൊടുത്തുകൊണ്ടും നമുക്ക് ഈ ബോർഡ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ എക്സ്ട്രീം കോർണറിലുള്ള ഈ സ്വിച്ചാണ് റീസെറ്റ് സ്വിച്ച്. ഇതാണ് നമ്മുടെ USB കണക്റ്റർ, USB കേബിൾ കണക്ട് ചെയ്യുന്ന സോക്കറ്റാണിത്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മൈക്രോ കൺട്രോളറിലേക്ക് പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യുന്നത്. ഇതാണ് ഈ സ്റ്റീൽ കളറിൽ ഓവൽ ഷേപ്പിൽ കാണുന്ന ഇതാണ് ഇതിൻ്റെ ക്രിസ്റ്റൽ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ പോർട്സുകൾ നോക്കിയാൽ A0 to A5 വരെ ഒരു അനലോഗ് പോർട്ടുണ്ട് ഇവിടെ. പിന്നെ 0 മുതൽ 13th വരെ ഡിജിറ്റൽ പോർട്ടുകൾ ഇവിടെ ഉണ്ട്, IO പോർട്ടുകളുണ്ട്. പിന്നെ നമുക്ക് 2 ഗ്രൗണ്ട് പോയിൻ്റ് ഇവിടെയും ഇവിടെ ഒരു ഗ്രൗണ്ട് പോയിൻ്റ്, അങ്ങനെ 3 ഗ്രൗണ്ട് പോയിൻ്റ് നമുക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് വയറോ ഒക്കെ കമ്പോണൻസോ ഒക്കെ കണക്ട് ചെയ്യാൻ സൗകര്യമുണ്ട്. 3.3 വോൾട്ട് ഉണ്ട്, 5 വോൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ VIN-ൽ നമുക്ക് അൺറെഗുലേറ്റഡ് 12 വോൾട്ട്, 9 വോൾട്ട്, 5 വോൾട്ട്, ഏത് വോൾട്ട് വേണം. 5 വോൾട്ട് അല്ല, 5 വോൾട്ടിൽ കൂടുതലുള്ള പിന്നെ വോൾട്ടേജ് ഇവിടെ നമുക്ക് സോക്കറ്റ് ടൈപ്പിൽ ഇൻസേർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ DC സോക്കറ്റിലൂടെ നമുക്ക് DC പിൻ ഉപയോഗിച്ചിട്ട് ഇൻപുട്ട് ചെയ്യുക, നമ്മളെ പിന്നെ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ USB സിസ്റ്റവുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യാനുള്ള ഈ 5 വോൾട്ട് സപ്ലൈ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ USB സിസ്റ്റവുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും അഡീഷണൽ ഒരു പവർ ഇതിലേക്ക് കൊടുക്കേണ്ടതില്ല. ഇത്രയും കാര്യങ്ങളാണ് ഓർഡിനോ ബോർഡിനെ കുറിച്ച് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നമ്മുടെ LM35 ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ സെൻസർ. ഇതിന്
3 ലീഡ്സ് ആണുള്ളത്. ശരിക്കത് നമ്മുടെ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ അതേപോലെയാണ് BC547 പോലുള്ള ഒരു ഷേപ്പാണ് ഇത് ശരിക്കും ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. ഇതിൽ 3 ലീഡ്സ് ആണുള്ളത്. ഫസ്റ്റ് ലീഡ് നമ്മൾ VCC കൊടുക്കുന്നതാണ്. സെക്കൻഡിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ സെൻസറിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡ് ലീഡിലാണ്. തേർഡ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ ഈ LM35 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒക്കെ 5 വോൾട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് ഒരു 3 വോൾട്ട് മുതൽ ഒരു 20 വോൾട്ട്, സ്പെഷ്യൽ കേസിൽ 30 വോൾട്ട് വരെ നമുക്കതിലേക്ക് കൊടുക്കാൻ പറ്റും. അത്രയും വൈഡ് റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു സെൻസറാണ്. ഈ ടെമ്പറേച്ചർ സെൻസറിൻ്റെ പ്രത്യേകത, ഇത് നമ്മൾ ഇവിടെ VCCയും ഇവിടെ ഗ്രൗണ്ടും കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെക്കൻഡ് പോയിന്റിൽ നമ്മളൊരു മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസിന് നമുക്ക് 10 മില്ലി വോൾട്ടാണ് നമുക്കിതിൻ്റെ ഔട്ട്പുട്ടിൽ ലഭിക്കുക. 1 ഡിഗ്രി സെൽഷ്യസിന് 10 മില്ലി വോൾട്ട്. ഇപ്പോൾ നമ്മുടെ ഒരു റൂം ടെമ്പറേച്ചറിൽ നമ്മൾ വെറുതെ ഈ സെൻസർ കണക്ട് ചെയ്താൽ ഒരു 25-30 ഡിഗ്രീൻ്റെ ഇടയിലാണെങ്കിൽ, ഇപ്പോൾ 30 ഡിഗ്രി ആണെങ്കിൽ ഏകദേശം 300 മില്ലി വോൾട്ട് 0.3 വോൾട്ടേജ് നമുക്കിതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഡിജിറ്റൽ ഫോമിലല്ല വരിക, എന്താണ് അനലോഗ് ഫോമിലാണ് വരിക. കാരണം ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസിന് 10 മില്ലി വോൾട്ട് എന്ന രൂപത്തിലാണ് വരിക. ഇത്രയാണ് സെൻസറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് LCDയെ കുറിച്ച് ഒന്ന് പറയാം. ഇതാണ് 16:2 ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഇതിന് 16 പിന്നുകൾ ഉണ്ടാവും. ഇതിൽ 16:1 എന്ന് കിട്ടും, 2 എന്ന് കിട്ടും. 2 എന്ന് പറഞ്ഞാൽ ഇതിൽ 2 റോകളിലായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. 2 റോകളുണ്ടാവും. ഒന്ന് 0th റോ, ഫസ്റ്റ് റോ എന്ന് പറഞ്ഞിട്ട് 2 റോകളുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 32 ക്യാരക്ടർ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ആൽഫ ന്യൂമറിക് ഡിസ്പ്ലേ എന്നാണ് നമ്മൾ പറയുക. നമുക്ക് ലെറ്റേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ 16 പിന്നുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ആ പിന്നിൻ്റെ ഫങ്ഷന് കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത സർക്യൂട്ടിലേക്ക് പോകാം. ഫസ്റ്റ് പിൻ VSS എന്ന് കാണിച്ചാൽ നമുക്കത് ഗ്രൗണ്ട് പിന്നാണ്. സെക്കൻഡ് VCC ആണ്. സെക്കൻഡ് പിന്നിലേക്ക് നമ്മൾ സാധാരണ 5 വോൾട്ട് ഡയറക്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ചെറിയ ലോ ഓം റെസിസ്റ്റർ സീരീസ് ആയി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 5 വോൾട്ട് കൊടുക്കും. തേർഡ് പിൻ VEE എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ കോൺട്രാസ്റ്റ് പിന്നാണ്. അഥവാ നമ്മൾ ഇവിടെ നമ്മളൊരു ഒരു പൊട്ടൻഷ്യോമീറ്റർ കൊടുക്കുക. ആ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ 2 അറ്റങ്ങൾ നമ്മൾ ഗ്രൗണ്ടും VCCയും, അല്ലെങ്കിൽ ഗ്രൗണ്ടും 5 വോൾട്ട് ആണെങ്കിൽ 5 വോൾട്ടും കൊടുക്കും. എന്നിട്ട് അതിൻ്റെ വേരിയബിൾ പോയിൻ്റ് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കും. അതാണ് നോർമൽ മെത്തേഡ്. പിന്നെ നമുക്ക് ഏകദേശം ആ റെസിസ്റ്റൻസ് വാല്യൂ അറിയുമെങ്കിൽ ഈ 3ാമത്തെ പിന്നിൽ നിന്ന് ഒരു റെസിസ്റ്റർ നേരിട്ട് ഗ്രൗണ്ട് ചെയ്താൽ മതി. അഥവാ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ മാക്സിമം കോൺട്രാസ്റ്റാണ് കിട്ടുക. VCC ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ക്യാരക്ടറും അതിൽ ഡിസ്പ്ലേ ഇല്ല, ഒരു പ്ലെയിൻ സ്ക്രീൻ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് പോകും തോറും കോൺട്രാസ്റ്റ് കൂടും. അതേസമയം ചില ഡിസ്പ്ലേയുടെ കേസിൽ നമ്മൾ ഫുൾ ഗ്രൗണ്ട് ഡയറക്റ്റ് ഒരു വയർ ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചില കേസിലെങ്കിലും ബ്ലോക്സ് മാത്രം കണ്ടിട്ട് നമ്മളെ ലെറ്റർ അപ്പിയർ ചെയ്യാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ 2ൻ്റെ ഇടയിലുള്ള ഒരു വോൾട്ടേജ് ലെവൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊരു പൊട്ടൻഷ്യോമീറ്റർ കൊടുക്കുന്നത്. ഫോർത്ത് പിന്നെ നമുക്ക് രജിസ്റ്റർ സെലക്ട് ആണ്. രജിസ്റ്റർ സെലക്ട് എന്ന് പറഞ്ഞാൽ 2 രജിസ്റ്റേഴ്സാണ് ഇതിലുള്ളത്. ഒന്ന് കമാൻഡ് രജിസ്റ്ററും ഒന്ന് ഡാറ്റ രജിസ്റ്ററും. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ പിന്നെ ഏത് രജിസ്റ്ററാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുക ചെയ്യുക മൈക്രോ കൺട്രോളറിൽ നിന്ന്. ഒരു ഹൈ ടു ലോ പൾസാണ് നമ്മൾ രജിസ്റ്റർ സെലക്റ്റിലേക്ക് കൊടുക്കേണ്ടത്. പിന്നെ തൊട്ടടുത്തത് നമുക്ക് റീഡ് റൈറ്റ് ആണ്. റീഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡിസ്പ്ലേ മൊഡ്യൂളാണല്ലോ ഇതൊരു മൊഡ്യൂളാണ് ഡിസ്പ്ലേ. അപ്പോൾ ഈ ഡിസ്പ്ലേ മൊഡ്യൂളിലേക്ക് നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, 0 കൊടുക്കണം ഈ പിന്നിലേക്ക്, 5th പിന്നിലേക്ക്.
അതല്ല 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ കേസിലൊക്കെ നമുക്ക് റൈറ്റിംഗ് ആണ്, കാരണം ഈ ഡിസ്പ്ലേ ചെയ്യണ കാര്യമായതുകൊണ്ട് നമുക്ക് റൈറ്റിംഗ് ആണ് വേണ്ടത്. അതുകൊണ്ട് അത് എപ്പോഴും നമ്മൾ ഗ്രൗണ്ട് കൊടുക്കാറാണ് സാധാരണ ചെയ്യുക. പിന്നീട് നമുക്ക് എനേബിൾ പിന്നാണ്. എനേബിൾ പിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ മൊഡ്യൂളിലൊരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് എനേബിൾ അല്ലെങ്കിൽ 6th പിന്നിന് നമ്മൾ ക്ലോക്ക് എനേബിൾ പിൻ എന്ന് പറയാം. അപ്പോൾ അത് ട്രിഗർ ചെയ്യുക, അത് ഓൺ ചെയ്യുക, അത് എനേബിൾ ചെയ്യുന്ന ഒരു പിന്നാണ് 6th. ഇതും ഒരു ഹൈറ്റിലോ പൾസാണ് നമ്മൾ കൊടുക്കുക. പിന്നീട് വരുന്നത് 7th പിന്ന് മുതൽ 14th പിന്ന് വരെ നമ്മൾ D0 മുതൽ D7 വരെ 8 ഡാറ്റ പിന്നുകളാണ് നമ്മൾ കണക്ട് ചെയ്യാനുള്ള പോയിന്റുകളാണ്. അപ്പോൾ നമ്മൾ മൈക്രോ കൺട്രോളിൻ്റെ ഒരു പോർട്ടിൽ നിന്ന് 8 ഇതേപോലെ ഒരു പോർട്ടിൽ 8 പിന്നുകൾ ഉണ്ടാവാം. 8 പിന്നുകളുള്ള പിന്നെ കണക്ഷൻ നമുക്ക് നേരിട്ട് കൊടുക്കാം. അതെല്ലാം വ്യത്യസ്ത പോർട്ടുകളിൽ നിന്നാണെങ്കിലും കൊടുക്കാം. എന്താണെങ്കിലും D0 മുതൽ D7 വരെ നമുക്ക് 8 ഡാറ്റ പിന്നുകളാണ്. അത് കണക്ട് ചെയ്യാനുള്ള ഏരിയയാണ് 7 to 14. പിന്നീട് ഇവിടെ 15th 16th കാണുന്നത് LED A LED K എന്ന് കണ്ടിട്ടുണ്ട്. ഇതിനൊരു ബാക്ക് ലൈറ്റ് LEDs ഉണ്ട്. ഇതിൻ്റെ പിറകിൽ ഒരു LED കത്തിച്ചിട്ടാണ് നമുക്ക് ഗ്രീൻ ബ്ലൂ പോലുള്ള പുറമേക്ക് കളറുകൾ കിട്ടുന്നത്. അപ്പോൾ ബാക്ക് ലൈറ്റിൻ്റെ LEDയുടെ ആനോഡിലേക്ക് കൊടുക്കേണ്ട പോസിറ്റീവ് വോൾട്ടേജാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ബാക്ക് ലൈറ്റ് LEDയുടെ കാഥോഡിലേക്ക് കൊടുക്കേണ്ട നെഗറ്റീവ് അഥവാ 16th എപ്പോഴും നമ്മൾ ഗ്രൗണ്ട് ആയിരിക്കും കൊടുക്കുക. അതുപോലെ റീഡ് റൈറ്റ് പിന്ന് നമുക്ക് ഗ്രൗണ്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫസ്റ്റ് പിന്ന് നമുക്ക് ഗ്രൗണ്ട് ചെയ്യാം. അപ്പോൾ ഈ 3 പിന്നുകളും നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ചെയ്തിട്ട് ശരിക്കും ഗ്രൗണ്ട് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും നമ്മുടെ ടെമ്പറേച്ചർ ഇൻ്റർഫേസിങ് സർക്യൂട്ടിനെ കുറിച്ച് മനസ്സിലാക്കാൻ. ഇനി നമുക്ക് വീണ്ടും സർക്യൂട്ടിലേക്ക് തന്നെ പോകാം. ഇനി ഈ സർക്യൂട്ട് കണ്ടാൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇതിൻ്റെ 3 പിന്നുകളാണ്. ഈ 3 പിന്നുകളിൽ ഇത് പിന്നെ 1ാമത്തെ പിന്ന് ശരിക്കും VCC ആണ്. പക്ഷേ ഇവിടെ ആ പിൻ കോൺഫിഗറേഷൻ വെച്ചിട്ടല്ല ഈ ഫിഗർ വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ 1ാമത്തെ പിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 5 വോൾട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ പിന്ന് നമ്മൾ ഔട്ട്പുട്ടാണെന്ന് പറഞ്ഞു. അത് നേരെ A0 അഥവാ അനലോഗ് ഇൻപുട്ട് കൊടുക്കേണ്ട ഓർഡിനോ യൂനോയുടെ പോർട്ടാണ്. A0 മുതൽ A5 വരെ അതിൻ്റെ A0 പിന്നിലേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ എന്ത് വേണം, ഇൻപുട്ട് ആയി അസൈൻ ചെയ്യേണ്ടത് A0 എന്ന പിന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഈ ഹാർഡ്വെയർ ആണ് നമ്മൾ നോക്കുന്നത്. ഇതിന് അനുസരിച്ചൊരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പ്രോഗ്രാം എഴുതിയിട്ട് ആ പ്രോഗ്രാമിൽ ഏതാണോ പിന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ആ പിന്നായിരിക്കണം നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. നമുക്ക് പ്രോഗ്രാമിലേക്ക് പിന്നീട് പോകുന്നതാണ്. അതുപോലെ തന്നെ 3ാമത്തെ പിൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് നേരെ GNT എന്ന് കാണിച്ച ഈ ഗ്രൗണ്ട് പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സെൻസർ കണക്ട് ചെയ്യാൻ ഈ 3 കണക്ഷനേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതിലെ 8 ബിറ്റുകൾ നമ്മൾ പിന്നെ 8 പിൻസുകളും ഡാറ്റയ്ക്കായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നില്ല. നമ്മളിവിടെ 4 പിന്നുകളെ ഉപയോഗിക്കുന്നുള്ളൂ. ആ 4 പിന്നുകളാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അഥവാ D0 D1 D2 D3 കഴിഞ്ഞിട്ട് D4 D5 D6 D7 ഈ 4 പിന്നുകളാണ് നമ്മൾ ഡാറ്റയ്ക്ക് വേണ്ടി കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ 1ാമത്തെ പിന്ന് നമ്മൾ ഗ്രൗണ്ട് ആയതുകൊണ്ട് ഈ ഡിസ്പ്ലേ മൊഡ്യൂളിൽ അവസാനത്തെ പിന്നും 1ാമത്തെ പിന്ന് ഗ്രൗണ്ട് ആയതുകൊണ്ട് ഒരു പിന്നിലേക്ക് 16ാമത്തെ പിന്നിലേക്ക് നമ്മൾ ഗ്രൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 1ാമത്തെ പിന്ന് ഇവിടെ ഫ്രീ ആയി വിട്ടിട്ടുള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൗണ്ടേ കൊടുക്കേണ്ടതുള്ളൂ. 2ാമത്തെ പിന്ന് VCC ആണ്. ആ 2ാമത്തെ പിന്ന് VCC ആണ് റെഡ് കളറിൽ ഇവിടെ കാണുന്നത്. അത് നേരിട്ട് നമ്മുടെ സെൻസറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 5 വോൾട്ട് പോയിന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ കണക്ഷൻ നമ്മൾ പോർട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പോർട്ടിൻ്റെ ഒരറ്റത്ത് ഗ്രൗണ്ടും ഒരറ്റത്ത് VCCയും കൊടുത്തിട്ട് അതിൻ്റെ വേരിയബിൾ പിന്നാണ് നമ്മൾ എവിടെ കൊടുക്കുക, 3ാമത്തെ VEE എന്ന പിന്ന്. അതെന്തിനാണ് അത് വേരി ചെയ്യുന്നത്, നമ്മുടെ ഡിസ്പ്ലേയുടെ കോൺട്രാസ്റ്റ് വേരി ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ 4ാമത്തെ പിന്ന് നമുക്കറിയാം അത് എന്താണ്, രജിസ്റ്റർ സെലക്ട് ആണ്.
കമാൻഡ് രജിസ്റ്റർ ആണോ ഡാറ്റ രജിസ്റ്റർ ആണോ സെലക്ട് ചെയ്യാനുള്ളത്, അത് നേരെ എവിടെ കൊടുത്തിട്ടുണ്ട്, 7th പിന്നിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാമിൽ നമ്മൾ ആ രൂപത്തിലായിരിക്കണം പ്രോഗ്രാം എഴുതേണ്ടത്. അടുത്ത് പിന്നെ 5th പിന്നെ റീഡ് റൈറ്റ് ആണ്. അത് നമ്മൾ പറഞ്ഞു കൂടുതൽ നമുക്ക് റൈറ്റിംഗ് ആണ് ആവശ്യം, അതുകൊണ്ട് തന്നെ അത് 0 കൊടുത്താൽ മതി. അതുകൊണ്ട് ബ്ലാക്ക് കളറിൽ കാണുന്ന നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് എനേബിൾ പിന്നാണ്. അതൊരു ഹൈറ്റിലോ പിന്നെ പൾസ് നമുക്ക് ആവശ്യമാണ്, അത് നേരെ 6th പിന്നിലേയും കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന D4 മുതൽ D7 വരെയുള്ള ഡാറ്റ പിന്നുകളാണ്. പിന്നെ ഈ കാണുന്നത് 15th പിന്ന് റെഡ് കളർ കാണുന്നതെന്ന് പറഞ്ഞാൽ VCC ആണ്. അത് നമ്മളെ ബാക്ക് ലൈറ്റ് LED അഥവാ LED ആനോഡിലേക്കുള്ള കണക്ഷനാണ്. തൊട്ടടുത്ത് കാണുന്ന 16th അതേ LED കാഥോഡിലേക്ക് അഥവാ ഗ്രൗണ്ട് ചെയ്യാൻ പോകുന്ന കണക്ഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണക്ഷൻസ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 3 പിന്ന് സെൻസറിൻ്റെ കൊടുക്കണം. ഇവിടെ നമുക്ക് ആകെ കൊടുക്കേണ്ടത് ഇവിടെ ഒരു 6 പിന്ന് നമുക്ക് ഓർഡിനോക്ക് കൊടുക്കേണ്ടതുണ്ട്. പോർട്ടിലേക്ക് 3 വയർ കൊടുക്കേണ്ടതുണ്ട്. ഡിസ്പ്ലേയിൽ 4 1 5 പിന്ന് ഇപ്പോൾ ഫ്രീ ആണ്. കാരണം ഒന്നാമത്തെ പിന്ന് ഗ്രൗണ്ടാണ്, പക്ഷേ 16 ഗ്രൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് 1 കൊടുക്കുന്നില്ല എന്ന് മാത്രം. പിന്നെ നമ്മൾ ഡാറ്റ പിന്നുകളായിട്ട് ഇപ്പോൾ 4 എണ്ണേ ഉപയോഗിക്കുന്നുള്ളൂ, അതുകൊണ്ട് 4 പിന്ന് ഇവിടെ ഫ്രീ ആയിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രോഗ്രാം സൈഡിലേക്ക് പോകാം. ഇനി നമുക്ക് പ്രോഗ്രാം നോക്കാം. നമ്മളൊരു പ്രോഗ്രാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത്തരം ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ നമുക്ക് നെറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. ഇതിലുള്ള ഓരോ ലൈനുകളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇൻറ്റിജർ VIN എന്നാണ്. നമ്മളെ LM35ൻ്റെ രണ്ടാമത്തെ പിന്നാണ് നമ്മുടെ സെൻസറിൻ്റെ ഔട്ട്പുട്ട്. അത് നമ്മളെ മൈക്രോ കൺട്രോളർ റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ VIN എന്ന് കൊടുത്തിട്ടുണ്ട്. VIN ഇൻപുട്ട് വോൾട്ടേജ് ഫ്രം സെൻസർ എന്നുള്ളത്. പിന്നെ നമ്മുടെ ഇവിടെ ഫ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ ഫ്ലോട്ട് നമ്മൾ എന്തിനാണ് കൊടുക്കുക, ഡെസിമൽ വാല്യൂസിനാണ്. നമുക്ക് സെൻസറിൻ്റെ ഔട്ട്പുട്ട് ഒരിക്കലും ഡെസിമൽ പോയിന്റുകൾ, അതായത് മില്ലി വോൾട്ടുകളും ഇങ്ങനെ ഇൻസ്റ്റൻറ്റേനിയസ് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും നമ്മുടെ ടെമ്പറേച്ചറിനനുസരിച്ച്. അതുകൊണ്ടാണ് ഫ്ലോട്ട് ടെമ്പറേച്ചർ എന്ന് കൊടുത്ത്. പിന്നീട് നമ്മൾ സാധാരണ നമ്മളെ ഹെഡർ ഫയൽ കൊടുക്കുന്ന പോലെ #include liquid crystal .h, കാരണം നമ്മളിതിൽ LCD ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അതിൻ്റെ ലൈബ്രറി ഫയൽസ് ഇതിൻ്റെ ലൈബ്രറി ഫയലിലുണ്ടാവും. അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുത്ത LCDയുടെ പിൻ ഡയഗ്രം നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യണം. പിന്നെ ലിക്വിഡ് ക്രിസ്റ്റൽ LCD എന്ന് പറഞ്ഞിട്ട് നമ്മൾ 765432 എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഈ ലീഡുകൾ ഇങ്ങനെ കാണിക്കാനുള്ള കാരണം നമ്മുടെ സർക്യൂട്ടിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ 7th പിന്നാണ് നമുക്ക് എവിടേക്ക് പോയിട്ടുള്ളത്, രജിസ്റ്റർ സെലക്റ്റിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ 6th പിന്നാണ് എനേബിൾ, 5th പിന്നാണ് D4, 4th പിന്ന് D5, 3rd പിന്ന് D6 ആൻഡ് 2nd പിന്ന് നേരെ വരുന്നത് D7ലേക്കാണ്. അപ്പോൾ നമ്മൾ ഹാർഡ്വെയർ കണക്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ ഈ ഓർഡറിൽ തന്നെ എഴുതേണ്ടതുണ്ട്. അതാണ് ഇവിടെ LCDൻ്റെ. ഇത് പിന്നെ മറ്റേത് പിന്നുകളിലും നമുക്ക് ഓർഡിനോയിൽ നിന്ന് കൊടുക്കാവുന്നതാണ്. പക്ഷേ അപ്പോൾ എന്ത് വേണം, നമ്മൾ പ്രോഗ്രാമിൽ എന്താ മാറ്റം വരുത്തിയത് അതിനനുസരിച്ച് തന്നെ നമ്മളെ ഹാർഡ്വെയർ നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോഴും മാറ്റം വരുത്താറുണ്ട്. ഓർഡിനോ സോഫ്റ്റ്വെയറിന് 2 പാർട്ടാണ്, 2 സെക്ഷനാണ് മെയിനായിട്ടുള്ളത്. ഒരു ഓയിഡ് സെറ്റപ്പും ഒരു ഓയിഡ് ലൂപ്പും. അപ്പോൾ സെറ്റപ്പിൽ നമ്മൾ LCD.begin 16:2 എന്ന് കാണിച്ചിട്ടുണ്ട്. LCD.begin എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന LCD ഏതാണെന്ന് ഡിക്ലെയർ ചെയ്യണം. ഇവിടെ LCD.begin 16:2 എന്ന് പറഞ്ഞാൽ 16 കോളംസും 2 റോസും ഉള്ള LCD ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് അതിൻ്റെ മീനിങ്.
പിന്നെ തൊട്ടടുത്ത ലൈൻ നോക്കുക, LCD.print കോഡ്സിലാണ് ടെമ്പറേച്ചർ എന്ന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ LCDക്ക് നമുക്കറിയാം 2 റോസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് റോസിൽ അഥവാ ടോപ്പിൽ നമുക്ക് എന്താ കാണാൻ പോകുന്നത്, നമ്മളെ ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ടെമ്പറേച്ചറാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചർ എന്ന് നമ്മളിവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് ലൈനിൽ നമുക്ക് ടെമ്പറേച്ചർ എന്ന് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഇത്രേ ഓയിഡ് സെറ്റപ്പിൽ ചെയ്യേണ്ടതുള്ളൂ. ഇനി നമുക്ക് ഓയിഡ് ലൂപ്പാണ് കൊടുക്കുന്നത്. ഓയിഡ് ലൂപ്പിൽ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് അനലോഗ് വോൾട്ടേജ് ആണ് നമുക്ക് എന്തിൽ നിന്ന് കിട്ടുന്നത്, നമ്മുടെ LM35 എന്ന ടെമ്പറേച്ചർ സെൻസറിൻ്റെ 2ാമത്തെ പോയിന്റിൽ നിന്ന് കിട്ടുക. കാരണം 1 ഡിഗ്രിക്ക് 10 ഡിഗ്രി സെൽഷ്യസിന് 10 മില്ലി വോൾട്ടാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. അതുകൊണ്ടാണ് അത് നമ്മൾ അനലോഗ് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. നമ്മൾ ഡിജിറ്റൽ ഇൻപുട്ടിലേക്ക് അത് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് A to D കൺവെർട്ടർ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഓർഡിനോ അറ്റ്മഗ 328Pയിൽ തന്നെ ബിൽറ്റിനായിട്ട് A to D കൺവെർട്ടർ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ അനലോഗ് പോർട്ടിലേക്ക് നമുക്ക് നേരിട്ട് അനലോഗ് വോൾട്ടേജ് കൊടുക്കാൻ പറ്റും. അപ്പോൾ Vin ഈക്വൽ അനലോഗ് റീഡ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമ്മൾ A0 0th പിന്നിലുള്ള അനലോഗ് വോൾട്ടേജാണ് നമ്മൾ Vin എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ വോൾട്ടേജാണ് അനലോഗ് റീഡിംഗ് ആണ് എന്നർത്ഥം. പിന്നെ ഇവിടെ ടെമ്പറേച്ചർ ഈക്വൽ 500 ഇൻറ്റു Vin ഡിവൈഡഡ് ബൈ 1023 എന്ന് കാണാം. ഇവിടെ വെച്ചാണ് നമ്മുടെ സെൻസറിൻ്റെ സെക്കൻഡ് പിന്നിൽ വരുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ആക്ച്വലി അതിൻ്റെ ഇക്വേഷന് റെഫറൻസ് വോൾട്ടേജ് നമ്മൾ ഇതിൽ കൊടുക്കുന്ന സെൻസറിന് കൊടുക്കുന്ന വോൾട്ടേജ് 5 വോൾട്ട് DC ആണ്. 5 ഇൻറ്റു എന്താണോ അതിൻ്റെ സെക്കൻഡ് പിന്നിൽ വരുന്ന അനലോഗ് വോൾട്ടേജ് Vin, ഔട്ട്പുട്ട് വോൾട്ടേജ്, അതാണ് Vin ഡിവൈഡഡ് ബൈ 1023 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസൊല്യൂഷനാണ്. അഥവാ പിന്നെ 2 അഥവാ 10 ബിറ്റ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷന്. 10 ബിറ്റ്. അപ്പോൾ 10 ബിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ 1024 ആണ്. അപ്പോൾ 0 to 1023 ആണ് അതിൻ്റെ റെസൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻറ്റു 100 ആണ് നമുക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ ആ 100 ഇൻറ്റു 5 ആണ് ഇവിടെ 500 എന്ന് കാണിച്ചിട്ടുള്ളത്. 500 ഇൻറ്റു Vin നമ്മുടെ സെൻസർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ 1023. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുക ഡിഗ്രി സെൽഷ്യസ് ആയിട്ടാണ്. എന്നിട്ട് ആ കിട്ടുന്ന ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേയിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സെറ്റ് കേഴ്സർ സെലക്ട് ചെയ്യാണ്. LCD.setCursor 3,1 എന്നാണ് പറഞ്ഞുള്ളത്. ഇവിടെ 3,1 എന്ന് പറഞ്ഞാൽ ഈ ആദ്യം പറയുന്നത് കോളമാണ്, 2ാമത്തത് റോ ആണ്. അപ്പോൾ 1 എന്ന് കണ്ടാൽ താഴത്തെ റോ അല്ലെങ്കിൽ സെക്കൻഡ് റോ എന്നുള്ളതാണ് അർത്ഥം. 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ, മുകളിലത്തെ ലൈന്. മുകളിലത്തെ ലൈനിൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് തന്നെ ഇവിടെ നമ്മുടെ LCD.begin 16:2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെമ്പറേച്ചർ എന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തെ ലൈനിൽ 3ാമത്തെ ഡിജിറ്റ് മുതൽ അഥവാ 3ാമത്തെ കോളം മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, പ്രിൻ്റ് ചെയ്യാൻ പോകണം. എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടത് അവിടെ, അഥവാ താഴത്തെ റോയിലാണ് ഇനി ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. അത് 3ാമത്തെ കോളം മുതലാണ് വരുന്നത്. എന്താണ് LCD.print സെൽഷ്യസ്. ഇപ്പോൾ മേലെ ടെമ്പറേച്ചർ, താഴത്തെ ലൈനിൽ സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം, ഇനി എത്രയാണോ നമ്മുടെ ടെമ്പറേച്ചർ എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതിനു വേണ്ടിയാണ് LCD.print ടെമ്പറേച്ചർ. ഇത് കോഡ്സിലല്ല എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഇപ്പോഴത്തെ റൂമിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറാണ് നമുക്ക് എവിടെ ഡിസ്പ്ലേ ചെയ്യുക, ഈ സെൽഷ്യസ് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ നമ്മുടെ LCDയിൽ എന്ത് കാണും, നമുക്ക് ടെമ്പറേച്ചർ കാണാം, മേലത്തെ ലൈനിൽ താഴത്തെ ലൈനിൽ സെൽഷ്യസ് കാണാം,
അത് കഴിഞ്ഞിട്ട് എത്രയാണ് ഡിഗ്രി ടെമ്പറേച്ചർ എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്യും. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമ്മളിത് റിയലൈസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇക്കുറി പിന്നെ പ്രോട്ടിയസ് സോഫ്റ്റ്വെയറിലല്ല ചെയ്യുന്നത്, മറിച്ച് റിയലായിട്ട് തന്നെ ഓർഡിനോ ബോർഡ് അതുപോലെ തന്നെ LCD സെൻസറൊക്കെ വെച്ച് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് കാണിക്കാനാണ് പോകുന്നത്. ഇത്രയും കമ്പോണൻസുകളാണ് നമുക്ക് ഡിജിറ്റൽ തെർമോമീറ്റർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ സെൻസർ നിർമ്മിക്കാൻ ആവശ്യം. ഇതിൻ്റെ സർക്യൂട്ടുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, അതിൻ്റെ പ്രോഗ്രാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാമാണ് ഫിസിക്കലി കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ആദ്യമായിട്ട് 16x2 LCD നമ്മൾ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യാൻ പോവാണ്. ഈ CD-യുടെ ഇതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പിന്ന്, 16th പിന്ന്. നമ്മൾ ബ്രെഡ് ബോർഡിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓർഡിനോ ബോർഡുമായിട്ടാണ് ഇത് ഇൻ്റർഫേസ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു ഓർഡിനോ ബോർഡിൽ ഉപയോഗിക്കുന്ന മൈക്രോ കൺട്രോളർ ATmega 328P ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പിന്നെ നോക്കിയിട്ട് നമ്മൾ അത് ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മളത് ഗ്രൗണ്ട് ലൈൻ നമ്മളിപ്പോൾ തൽക്കാലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്രെഡ് ബോർഡിൻ്റെ ഈ പാർട്ടിലായതുകൊണ്ട് നമ്മളത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പിൻ VCC ആണ്. നമ്മളത് VCCയിലേക്ക് കൊടുക്കുക. VCC ആയിട്ട് നമ്മൾ തൽക്കാലം ഈ ഭാഗമാണ് ഉപയോഗിക്കുന്നത്. തേർഡ് പിൻ കോൺട്രാസ്റ്റ് പിന്നാണ്. അതിൽ നമുക്ക് തൽക്കാലം പൊട്ടൻഷ്യോമീറ്റർ കൊടുക്കുന്നതിന് പകരം നമുക്ക് ഒരു 1 kilo ohm റെസിസ്റ്റൻസ് ഇപ്പോൾ തൽക്കാലം കൊടുക്കാം. അത് കണക്ട് ചെയ്യണം മുന്നേ നമ്മൾ ഫോർത്ത് പിൻ രജിസ്റ്റർ സെലക്ട് ആണ്. രജിസ്റ്റർ സെലക്ട് നമ്മൾ കൊടുക്കുന്നത് 7th ഓർഡിനോ ബോർഡിൻ്റെ 7th പിന്നിലേക്ക്. സെവൻത്ത് പിന്ന് നമുക്ക് കാണാൻ പറ്റും ഇവിടെ. അടുത്തത് റീഡ് റൈറ്റ് പിന്നാണ്. അത് നമ്മൾ പറഞ്ഞു നമുക്കിവിടെ റൈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കത് 0 കൊടുത്താൽ മതി, അഥവാ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത പിന്നെ അഥവാ 6th പിന്നെ എനേബിൾ പിന്നാണ്. എനേബിൾ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് 6th ഓർഡിനോ ബോർഡിൻ്റെ 6th. അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 4 ഡാറ്റ പിന്നുകൾ കണക്ട് ചെയ്യേണ്ടതുണ്ട്. D4, D5, D6, D7 എന്നീ പിന്നുകളാണത്. ഇപ്പോൾ D4 നമ്മൾ 5ലേക്കാണ് കണക്ട് ചെയ്യുന്നത്. D4 നമ്മൾ 5ലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ D5 ഇതൊക്കെ ഡാറ്റ പിന്നുകളാണ്. 4ലേക്ക് കണക്ട് ചെയ്തു. D3 3ലേക്ക് കണക്ട് ചെയ്തു. പിന്നെ D7 നമുക്ക് 2ലേക്ക് കണക്ട് ചെയ്യും. ഇപ്പോൾ ഈ 4 വയറുകൾ നമ്മളെ ഡാറ്റ പിൻ വയേഴ്സാണ്.
ഇനി നമ്മുടെ ബാക്ക് ലൈറ്റ് കണക്ഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്. LCDയുടെ ബാക്ക് ലൈറ്റ് എന്ന് പറയുന്നത് 15ഉം 16ഉം. അത് നമ്മുടെ 15 എടുത്തിട്ട് നമ്മൾ VCCയിലേക്ക് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ 16th ലീഡ് അഥവാ LCDയുടെ ലാസ്റ്റ് ലീഡ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഡിസ്പ്ലേയുടെ നമുക്ക് വേണ്ട കണക്ഷൻസൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഓർഡിനോയുടെ VCC, ഗ്രൗണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സെൻസർ കണക്ട് ചെയ്യണം. അപ്പോൾ എല്ലാം 35 ആണത്. ഇതിൻ്റെ 3 പിന്നുകളാണുള്ളത്, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഫസ്റ്റ് പിന്ന് VCC ആണ്, സെക്കൻഡ് ഔട്ട്പുട്ടാണ് ഇതിൻ്റെ, തേർഡ് പിന്ന് ഗ്രൗണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ തൊട്ടടുത്ത് കണക്ട് ചെയ്യാൻ പോകും. നമ്മൾ നേരത്തെ ഒരു കണക്ഷൻ കൊടുക്കാനുണ്ട്. തേർഡ് പിന്ന് VEE എന്ന് പറയുന്ന അഥവാ കോൺട്രാസ്റ്റ് പിന്ന് നമ്മൾ തൽക്കാലം ഒരു 1 kilo ohm റെസിസ്റ്റൻസ് വെച്ച് നമ്മൾ ഗ്രൗണ്ട് ചെയ്യാൻ പോകുന്നു. ശരിക്കും നമുക്കൊരു വേരിയബിൾ റെസിസ്റ്ററാണ് കണക്ട് ചെയ്യേണ്ടത്. കാരണം അത് വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് തേർഡ് പിന്നിലേക്കുള്ള വോൾട്ടേജ് വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് LCDയുടെ കോൺട്രാസ്റ്റ് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ തൽക്കാലം ഒരു പോർട്ട് കൊടുക്കാതെ ഒരു പെർമനൻറ്റ് വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക ലെവൽ കോൺട്രാസ്റ്റിൽ അവിടെ നിൽക്കുന്നു മാത്രം. ഇനി നമ്മൾ സെൻസറിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. സെൻസറിൻ്റെ കണക്ഷൻ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ പിന്ന് VCC ആണ്, നമ്മൾ VCCയിലേക്ക് കണക്ട് ചെയ്തു. രണ്ടാമത്തെ പിന്ന് ഔട്ട്പുട്ട് പിന്നാണ്. അപ്പോൾ ഔട്ട്പുട്ട് പിന്ന് നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ A0യിലേക്കാണ് കണക്ട് ചെയ്യുക. അഥവാ ഓർഡിനോ ബോർഡിൻ്റെ അനലോഗ് പോർട്ട് ഈ A0 മുതൽ A5 വരെയുള്ള 6 പിന്നുകളാണ്. അതിൽ നമ്മൾ ഇൻപുട്ടായി അസൈൻ ചെയ്തിട്ടുള്ളത് A0 ആണ്. അപ്പോൾ നമ്മളത് A0യിലേക്ക് കണക്ട് ചെയ്യും. ഇനി വേണ്ടത് ഗ്രൗണ്ട് പിന്നാണ്. ഇതിൻ്റെ തേർഡ് പിൻ എടുത്തിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യും. ഇനി നമുക്ക് VCCയും ഗ്രൗണ്ടുമാണ് കണക്ട് ചെയ്യുക. ഓർഡിനോ ബോർഡിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു 5 volt പോയിൻ്റ് ഉണ്ട്. ഈ 5 volt പോയിന്റിൽ നിന്ന് നമ്മൾ VCCയിലേക്ക് കണക്ട് ചെയ്യേണ്ടതെല്ലാം ബ്രെഡ് ബോർഡിൻ്റെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ കണക്ട് ചെയ്തു. പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത 2 പോയിന്റുകൾ ഗ്രൗണ്ട് ടെർമിനലാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഗ്രൗണ്ട് ടെർമിനൽ അവൈലബിൾ ആണ്. അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യും. ഇത്രയായി കഴിഞ്ഞാൽ നമ്മളെ കണക്ഷൻസൊക്കെ തീർന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സപ്ലൈ കൊടുക്കണമെങ്കിൽ 2 മെത്തേഡ് ഉണ്ട്, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് 9 വോൾട്ടിൻ്റെ 12 വോൾട്ടോ നമുക്ക് ഇവിടെ ഈ DC സോക്കറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇവിടെ VIN എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ സിംഗിൾ സ്റ്റാൻഡേർഡ് വയർ പോലുള്ള വയർ കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഈ 5 വോൾട്ടിൽ നിന്ന് നമ്മൾ കണക്ഷൻ എടുത്ത് ഇവിടെ നമ്മളൊരു 5 വോൾട്ട് അങ്ങോട്ട് കൊടുത്താലും നമുക്ക് ഓർഡിനോ ബോർഡ് വർക്ക് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ നിന്നോ മറ്റ് ലാപ്പിൽ നിന്നോ ഒക്കെ USB കേബിൾ വഴി നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ പ്രോഗ്രാം എഴുതിയ ആ ലാപ്പിൽ നിന്ന് തന്നെ USB വഴി നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ ഓർഡിനോ സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യും. നമ്മൾ ഓർഡിനോ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഓൾറെഡി ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെമ്പറേച്ചർ പ്രോഗ്രാം. അപ്പോൾ ഇങ്ങനെ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ടോപ്പ് ലെഫ്റ്റിലുള്ള വെരിഫൈ എന്ന ഒരു ടിക്ക് കാണുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക്
ഈ പോയിന്റിൽ ഒരു ഗ്രീൻ കളർ കാണും. എററുകൾ ഉണ്ടെങ്കിൽ നമുക്കത് താഴെ കാണാം. ഇപ്പോൾ ഡൺ കമ്പൈലിംഗ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുക ഈ തൊട്ടടുത്ത പോയിൻ്റാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ മൈക്രോ കൺട്രോളറിലേക്ക് ഇത് അപ്ലോഡ് ആവും. ഇപ്പോൾ റെഡ് കളർ വന്ന് അപ്ലോഡിങ് ആൻ എറർ ഒക്കേർഡ് വൈൽ അപ്ലോഡിങ് ദ സ്കെച്ച് എന്നാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ എറർ വന്നു കഴിഞ്ഞാൽ ഈ ടൂൾസിൽ പോയിട്ട് നമ്മൾ പോർട്ട് എടുക്കുക. പോർട്ട് എടുത്തിട്ട് ഏതാണോ പോർട്ട് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഓൾറെഡി സെലക്റ്റഡ് ആണ്. അത് നമ്മുടെ COM4 ആണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഗ്രീൻ കളർ വരും. താഴെ ഡൺ അപ്ലോഡിങ് എന്ന് വന്നു. ദാറ്റ് മീൻസ് നമ്മുടെ ടെമ്പറേച്ചർ പ്രോഗ്രാം ഇപ്പോൾ ഓർഡിനോ യുനോ ബോർഡിൻ്റെ മൈക്രോ കൺട്രോളറിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം. ഇനി നമ്മുടെ സർക്യൂട്ടിലേക്ക് പോകാം. നമുക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റൂം ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഞാൻ ഈ സോൾഡറിംഗ് ആണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഈ സോൾഡറിംഗ് ആണ് എന്ത് ചെയ്യാണ്, പിന്നെ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഹീറ്റ് ചെയ്ത് നോക്കണം സെൻസർ. അപ്പോൾ നമ്മളെ ടെമ്പറേച്ചറിൽ എന്ത് വ്യത്യാസം വരും നോക്കാം. കണ്ടോ, ഇപ്പം തന്നെ 29, 30, 31 ഇങ്ങനെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ സോൾഡർ ഇങ്ങനെ എടുത്താൽ വീണ്ടും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. 31. ഇനി നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായി ചെയ്യാൻ പോകുന്നത്, ഒരു പെർട്ടിക്കുലർ ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്വിച്ച് ഓൺ ആവണം. അതല്ലെങ്കിൽ നമുക്ക് മോർണിംഗിൽ നമുക്ക് നമ്മുടെ ഫാനിൻ്റെ സ്പീഡൊന്ന് കുറക്കണം. അഥവാ റൂം ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ ഫാന് ഫുൾ സ്പീഡിൽ കറങ്ങേണ്ടതില്ല. നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ആവശ്യം തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു സ്വിച്ച് ഓൺ ആക്കിക്കൊണ്ട് നമ്മളെ ഫാനിൻ്റെ സ്പീഡൊന്ന് കുറക്കണം. അതാണ് നമുക്ക് അടുത്തത് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ്.